ഹോം ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വൈൻഡിങ് അപ്പ് സെഷനാണിത്. എന്താണെന്ന് നോക്കാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ജോഗ്രഫിയുടെ ചാപ്റ്റർ 1 ഇന്ത്യ സൈസ് ആൻഡ് ലൊക്കേഷൻ്റെ ലാസ്റ്റ് പോർഷനിൽ പാർട്ട് 4ൽ ഇന്ത്യാസ് നെയ്ബർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ അയൽവക്കക്കാരല്ലേ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. India occupies an important strategic position in South Asia. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ്? ഈസ്റ്റ് ഏഷ്യയുടെയും വെസ്റ്റ് ഏഷ്യയുടെയും നടുക്കിലായിട്ട് പിന്നെ താഴേക്ക് സൗത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ ചുറ്റുപാടും ഇരിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, ഏഷ്യൻ കൺട്രീസ്, അങ്ങനെ ഇത് ഇന്ത്യ വളരെയധികം രാജ്യങ്ങൾ കോണ്ടിനെൻസുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. India has 28 states and 7 union territories. ഇന്ത്യക്ക് 28 സ്റ്റേറ്റുകളും 7 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു ഈ ഒരു ബുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ അത് 29 സ്റ്റേറ്റായി. ഇപ്പോൾ എന്തായാലും ഫൈനലി 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് നമുക്ക് ഉള്ളത്. Find out the number of union territories along the western and eastern coast. Western coastal എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ഈസ്റ്റേൺ കോസ്റ്റിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്തിൻ്റെ ഒക്കെ സൈഡ് അല്ലേ. അവിടെ നമുക്ക് ഏകദേശം 3 യൂണിയൻ ടെറിട്ടറീസ് വേണമെങ്കിൽ പറയാം. ഒന്ന് പുതുച്ചേരി, പിന്നെ ഒന്ന് ദാദ്ര നാഗർ ഹവേലി ദമൻ ദിയു, പിന്നെ ലക്ഷദ്വീപ്. അങ്ങനെ 3. ലക്ഷദ്വീപ് അറേബ്യൻ സീയിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വെസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഇനി ഈസ്റ്റേൺ കോസ്റ്റിൽ ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളതെന്ന് വെച്ചാൽ വീണ്ടും പുതുച്ചേരി, പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ബേ ഓഫ് ബംഗാളിലാണെങ്കിൽ പോലും നമുക്ക് ഈസ്റ്റേൺ കോസ്റ്റിൽ യൂണിയൻ ടെറിട്ടറീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുച്ചേരിയും ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നും തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയമുണ്ട്. 2 സ്ഥലത്തും ഞാൻ പുതുച്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റിലും പുതുച്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റിലും പുതുച്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ. പണ്ട് ഫ്രഞ്ച് കോളനിയിൽ പെടുന്നതായിരുന്നു ഈ ഒരു ഏരിയ എല്ലാം. പിന്നീട് യൂണിയൻ ടെറിട്ടറി ആയപ്പോഴും ഈ 2 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും ഈ 3 സ്ഥലങ്ങളിലെയും കോമൺ ആയിട്ട് പുതുച്ചേരിയുടെ ഭരണത്തിൻ്റെ കീഴിലാണ്, അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 3 ഏരിയയിലായിട്ട്, ഒരെണ്ണം തമിഴ്നാട്ടിൽ, ഒരെണ്ണം കേരളയിൽ, ഒരെണ്ണം കർണാടകയിലായിട്ടാണ് കിടക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു 3 ഏരിയയുടെ അഡ്മിനിസ്ട്രേഷൻ ഒന്നായതുകൊണ്ട് ആ 3 ഏരിയനെ നമുക്ക് പുതുച്ചേരി എന്ന് വിളിക്കാൻ കഴിയും. അതുകൊണ്ടാണ് തമിഴ്നാട് ആ ഒരു സൈഡിൽ ഈ പുതുച്ചേരിയുടെ ഒരു ഭാഗമുള്ളത് കൊണ്ടാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കർണാടകയുടെ ഏരിയയിലും പുതുച്ചേരിയുടെ ഒരു ഭാഗമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈസ്റ്റിലും വെസ്റ്റിലും ഉണ്ടെന്ന് പറയുന്നത്. The area wise which is the smallest and which is the largest state. അപ്പോൾ ഒരു ഏരിയ വെച്ചിട്ട് ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റും അല്ലെങ്കിൽ ലാർജസ്റ്റ് സ്റ്റേറ്റും സ്മോളസ്റ്റ് സ്റ്റേറ്റും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നാണ് ഇവിടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും ഏതാണെന്നുള്ള കാര്യം. ഗോവ ആണ് ഇന്ത്യയിലെ സ്മോളസ്റ്റ് സ്റ്റേറ്റ്. ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The states which do not have an international border or lie on the coast. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ബോർഡർ ഇല്ല, അതുകൂടാതെ തന്നെ കോസ്റ്റൽ ലൈനും ഇല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഹരിയാന, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന തെലങ്കാന. ഇവർക്കൊന്നും ബോർഡറും ഇല്ല, പിന്നെ ഇന്റർനാഷണൽ ബോർഡറും ഇല്ല, കോസ്റ്റൽ ലൈനും ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തത്, ക്ലാസിഫൈ ദ സ്റ്റേറ്റ്സ് into 4 groups each having common frontiers with Pakistan, China, Myanmar and Bangladesh. ഓക്കെ, കോമൺ ആയിട്ട് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത്? പാകിസ്ഥാൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ സ്റ്റേറ്റല്ല, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആണ്. പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും. അപ്പോൾ എന്തായാലും ജമ്മു കാശ്മീർ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ കഴിയില്ല, ബിക്കോസ് സ്റ്റേറ്റ് അല്ല, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ്.
അതുകൊണ്ട് നമുക്ക് ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിയേക്കാം. പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഈ 3 രാജ്യങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നവർ. ഇനി ചൈന. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ജമ്മു കാശ്മീർ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ആക്കിയ കാര്യം മിക്കവരും മറന്നു പോകും. നിങ്ങൾക്കൊരു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളത് തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ചൈനയായിട്ടുള്ള ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ജമ്മു കാശ്മീർ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ ഒരിക്കലും അതല്ല. ജമ്മു കാശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറി മാത്രമാണ്. ഹിമാചൽ പ്രദേശും സിക്കിമും അരുണാചൽ പ്രദേശുമാണ് ചൈനയുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ. പിന്നെ മ്യാൻമറുമായിട്ട് ഇന്ത്യയുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം എവിടെയാണല്ലേ, ഈസ്റ്റേൺ സൈഡിൽ ഇങ്ങനെ വരിവരിയായിട്ട് മേലിൽ നിന്ന് താഴോട്ട് പഠിച്ചു പോയാൽ മതി. ഏറ്റവും മേലിൽ കിടക്കുന്ന സ്റ്റേറ്റ് ഏതാ? അരുണാചൽ പ്രദേശ്. അതിൻ്റെ തൊട്ട് താഴെ നാഗാലാൻഡ്, പിന്നെ മണിപ്പൂർ, താഴെ മിസോറാം. ഇത്രയേ ഉള്ളൂ ആ റൈറ്റ് സൈഡിൽ ഇങ്ങനെ താഴേക്ക് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 4 സ്റ്റേറ്റുകളാണ് മ്യാൻമറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ. ഇനി നമുക്ക് ആരാണുള്ളത്? ബംഗ്ലാദേശ് അല്ലേ. ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി, അതായത് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, അസം, മേഘാലയ ആൻഡ് ത്രിപുര. കാരണം എന്താണ്? ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്നൊരു രാജ്യം ഒരു കുട്ടി രാജ്യമാണ്. എവിടെ ഇരിക്കുന്നത്? ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തോളത്ത് വെച്ചിട്ട് ഇരിക്കുന്ന രീതി, അതായത് ഇന്ത്യയുടെ കൈപ്പിടിക്കകത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൻ്റെ ചുറ്റും കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്താൽ തന്നെ കുറേ സ്റ്റേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കും. ഇനി ഇതിനകത്ത് പറയാത്തൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒരു രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ്. വേണേൽ അതുകൂടി ഡിസ്കസ് ചെയ്ത് പോവാം. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാളും സിക്കിം ഇത്രയും രാജ്യങ്ങളാണ് നേപ്പാളുമായിട്ട് ഇന്ത്യയുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫൈൻഡ് ഔട്ട്സിൽ പഠിക്കാനുള്ളത്. India share its land boundaries with Pakistan and Afghanistan in the northwest. ഇന്ത്യയുടെ നോർത്തിൽ ആരാണുള്ളത്? ജമ്മു കാശ്മീർ. വെസ്റ്റിൽ ആരാണുള്ളത്? ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് അങ്ങനെയൊക്കെ നോക്കാം അല്ലേ. ആ ഒരു സൈഡിൽ ഇന്ത്യ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ആരൊക്കെയായിട്ടാണ്? പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാന് വളരെ കുറച്ചൊരു ബൗണ്ടറി മാത്രമേ ഉള്ളൂ. എവിടെയാണുള്ളത്? അത് ജമ്മു കാശ്മീരിൽ ഒരു ഏരിയയിൽ. ആ ഏരിയ കൂടി പാകിസ്ഥാൻ കൈയടക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും സൈഡാണ് നോർത്ത് വെസ്റ്റ് എന്നാണ് പഠിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് ചൈന ടിബറ്റ് അല്ലേ. ടിബറ്റ് എന്ന് പറയുന്നൊരു ചെറിയ രാജ്യം നമുക്ക് അറിയാം. നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്. ഇവരൊക്കെ എവിടെയാണുള്ളത്? നോർത്തിലാണുള്ളത്. നോർത്തേൺ സൈഡിലെ നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നവരാണ് ചൈന, ടിബറ്റ്, നേപ്പാൾ, ഭൂട്ടാൻ. പിന്നെ മ്യാൻമറും ബംഗ്ലാദേശും ഈസ്റ്റേൺ സൈഡിൽ. ബംഗ്ലാദേശ് ഇരിക്കുന്നത് എവിടെയാണ്? അസം, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത്, മേഘാലയ, ഇവരുടെയൊക്കെ നടുക്കായിട്ടാണ് ബംഗ്ലാദേശ് ഇരിക്കുന്നത്. പിന്നെ ഈസ്റ്റേൺ സൈഡിൽ പട്കായ് ബൂം എന്ന് പറയുന്ന മൗണ്ടൻ ആ ഒരു നിരകൾ, അതായത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, അങ്ങനെ താഴേക്ക് ഞാൻ പറഞ്ഞു പഠിക്കണമെന്ന്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഈസ്റ്റിൽ കിടക്കുന്ന കൺട്രിയാണ് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം. Our southern neighbor across the sea consists of the 2 island countries, namely. ഇനി നമുക്ക് സദേൺ പോർഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 ഐലൻഡ് കൺട്രീസ് ഉണ്ട് പഠിക്കാൻ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഡു യു നോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിഫോർ 1947 there were 2 types of states in India. 1947 മുൻപ് ഫ്രീഡം കിട്ടുന്ന, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് ഇന്ത്യയിൽ 2 തരത്തിലുള്ള സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ദ പ്രോവിൻസസ് ആൻഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോവിൻസുകൾ. അതെന്തായിരിക്കും? ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള ഭരിക്കുന്ന ഏരിയ ആണ് ഈ പ്രോവിൻസസ് എന്ന് വിളിക്കുന്നത്. പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന ഏരിയ. ഇതാണ് ഈ 2 കാര്യങ്ങളും. Provinces were ruled directly by British officials who were appointed by the Viceroy. Viceroy ആരാണപ്പോൾ? ഇന്ത്യയെ മൊത്തമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഹെഡ്, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ഹെഡിനെയാണ് നമ്മൾ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് വൈസ്രോയ് എന്ന് പറയാം. വൈസ്രോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിൻ്റെ തൊട്ട് താഴെ പൊസിഷനുള്ള വ്യക്തിയാണ് വൈസ്രോയ്.
അപ്പോൾ വൈസ്രോയ് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഇഷ്ടമുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളെ ആയിരിക്കും എവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പ്രോവിൻസുകളിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതൊരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിരിക്കും. അദ്ദേഹമായിരിക്കും ആ ഒരു പ്രോവിൻസിനെ കൺട്രോൾ ചെയ്യുന്നതും റൂൾ ചെയ്യുന്നതും. Princely states were ruled by local hereditary rulers who acknowledged sovereignty in turn for local autonomy. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുരാജാക്കന്മാർ. അവർ ഓൾറെഡി തലമുറയായിട്ട് കൈമാറി കിട്ടിയിരിക്കുന്ന അവരുടെ ഭരണമായിരിക്കാം. ലോക്കൽ റൂളേഴ്സ്, ഇവർ ഓൾറെഡി അവരുടെ ഒരു പേരിന് അവിടെ ഇരിപ്പുണ്ടെങ്കിലും മിക്കവരും അവരുടെ ഭരണം ആരുടെ കാൽച്ചുവട്ടിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്? ബ്രിട്ടീഷുകാർക്ക് അടിയറവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ആ ലോക്കൽ ഏരിയയിൽ അവർ രാജാവാണെന്ന് അവർക്ക് പറഞ്ഞ് നടക്കാം, അവർക്ക് എൻജോയ് ചെയ്യാം ഒരു രാജഭരണം. ബാക്കി കാര്യങ്ങളൊക്കെയും അവരുടെ സോവർണിറ്റി, അവരുടെ അധികാരം ഒക്കെയും ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ അവർ അടിയറവ് പറഞ്ഞവർ ആണ്. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റുകളാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സും പ്രോവിൻസസും അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ നെയ്ബേഴ്സ്, ഫ്രണ്ട്സിനെ നമുക്കൊന്ന് ഈ ഒരു മാപ്പിൻ്റെ ഹെൽപ്പോടുകൂടി പഠിക്കാം. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് വരെയുള്ള ആ സൈഡിനെ നമുക്ക് നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാം. ആ ഒരു സൈഡിലുള്ള ഇന്ത്യയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഫ്രണ്ട്സ് ആണേ. അപ്പോൾ പാകിസ്ഥാൻ്റെ തൊട്ട് മുകളിൽ അഫ്ഗാനിസ്ഥാൻ്റെ നിങ്ങൾക്ക് ചെറിയൊരു വാല് പോലെ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അത് പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്, എന്നാൽ പോലും നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ അഫ്ഗാനിസ്ഥാന് കുറച്ച് ഏരിയ ഉണ്ട് ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യുന്ന ഏരിയ. പിന്നെ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്ന ഒരു ബോർഡർ ഏരിയ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് പേരും നോർത്ത് വെസ്റ്റേൺ സൈഡിലാണ് കിടക്കുന്നത്. ഇനി ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തുള്ള ഇന്ത്യയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചൈന, ടിബറ്റ് ഉണ്ട് അവിടെ ചെറിയൊരു ഏരിയ, നേപ്പാൾ, ഭൂട്ടാൻ, ഇവരൊക്കെയാണ് നോർത്തേൺ ഭാഗത്തുള്ള ഇന്ത്യയുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഈസ്റ്റേൺ വശത്തുള്ള നെയ്ബേഴ്സ് ആണ് ഒന്ന് ബംഗ്ലാദേശ്, പിന്നെ ഒന്ന് മ്യാൻമർ. ബംഗ്ലാദേശ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ബേ ഓഫ് ബംഗാൾ എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് മുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൈപ്പിടിക്കകത്തിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്ന കുറച്ച് ഏരിയയാണ്. ഒന്ന് പാകിസ്ഥാൻ്റെ ഈ ഒരു ഏരിയ, ഒന്ന് ബംഗ്ലാദേശൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏരിയ ആയിരുന്നേനെ. പക്ഷെ അന്നേ അത് ഡിവൈഡ് ചെയ്ത് പോയ ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ കൈക്കകത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇനി ഈ ബംഗ്ലാദേശിൻ്റെ ചുറ്റും കിടക്കുന്ന സ്റ്റേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെസ്റ്റ് ബംഗാൾ, അസം, മേഘാലയ, അങ്ങനെ കുറേ, മിസോറാം, ഇങ്ങനെ കുറേ സ്റ്റേറ്റുകൾ ബംഗ്ലാദേശിനെ ചുറ്റിപ്പറ്റി ഇരിപ്പുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ മ്യാൻമർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മ്യാൻമറും ഇന്ത്യയുടെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പട്കായ് ബൂം എന്ന് പറയുന്ന ഒരു മലനിരയുണ്ട് ആ സൈഡിൽ. പിന്നെ നമ്മുടെ സ്റ്റേറ്റുകൾ മേളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ഇങ്ങനെ അടുക്കി താഴേക്ക് ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റുകളൊക്കെ ഓർത്ത് ഇരിക്കാൻ കഴിയും. ഇവരൊക്കെയാണ് നമ്മുടെ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് ഐലൻഡ് കൺട്രീസ് ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. അവരാരൊക്കെയാണ്? ഒന്ന് ശ്രീലങ്ക, പിന്നെ ഒന്ന് മാൽദീവ്സ് ആണ്. താഴെ നിങ്ങൾക്ക് ഇന്ത്യയുടെ തമിഴ്നാടിനോട് ചേർന്ന് നിങ്ങൾക്ക് ശ്രീലങ്ക കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ലക്ഷദ്വീപ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അറേബ്യൻ സീയുടെ തൊട്ട് താഴെ. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് മാൽദീവ്സ് കാണാൻ കഴിയുന്നുണ്ട്. ഈ മാൽദീവ്സും ശ്രീലങ്കയാണ് ഇന്ത്യയുടെ ഐലൻഡ് കൺട്രീസ് ആയിട്ടുള്ള നെയ്ബേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുൻപൊന്ന് ബ്രേക്ക് ചെയ്തായിരുന്നു. ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് ആയിട്ടുള്ള ഐലൻഡ് കൺട്രീസ് സദേൺ പോർഷനിലുള്ളവരാണ് ശ്രീലങ്കയും മാൽദീവ്സും. Sri Lanka is separated from India by a narrow channel of sea formed by the Park Strait and the Gulf of Mannar, while Maldives Islands are situated to the south of the Lakshadweep Island. ഓക്കെ, അപ്പം മാൽദീവ്സ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപ് ഐലൻഡിൻ്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് മാൽദീവ്സ് ഉള്ളത്. ഇനി ഈ ഒരു ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ചെറിയൊരു കടൽ ഇടുക്കിൻ്റെ ഇടയിലായിട്ടാണ് ഇന്ത്യയും ശ്രീലങ്കയും ഉള്ളത്. ആ ഒരു കടൽ ഇടുക്ക് എന്താണ്? പാർക്ക് സ്ട്രെയിറ്റ് ഉണ്ട്, പിന്നെ ഗൾഫ് ഓഫ് മാന്നാറും ഉണ്ട്. ഇവയുടെ ഇടയ്ക്ക് ഈ ഒരു പാർക്ക് സ്ട്രെയിറ്റിൻ്റെയും ഗൾഫ് ഓഫ് മാന്നാറിൻ്റെയും അപ്പുറം ഇപ്പുറയായിട്ടാണ് ശ്രീലങ്കയും ഇന്ത്യയും ഉള്ളത്.
അപ്പോൾ ആ ഒരു ചെറിയ കടലിടുക്ക് ഉണ്ടാകാൻ കാര്യം എന്താണ്? അവിടെ ഒരു പാർക്ക് സ്ട്രേറ്റും ഗൾഫ് ഓഫ് മാന്നാറും ഉള്ളത് കൊണ്ട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ചെറിയൊരു നാരോ സീ ചാനൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സീ ചാനലാണ് ശ്രീലങ്കേനെയും ഇന്ത്യനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമിഴ്നാട് രാമേശ്വരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അബ്ദുൽ കലാം ഒക്കെ ജനിച്ച സ്ഥലമല്ലേ, നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും മിക്കവരും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് ധനുഷ്കോടി എന്ന് പറയുന്നൊരു സ്ഥലം, അതായത് ഇന്ത്യയുടെ ഒരു എൻഡ് പോയിന്റ് ആണ്. അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും എൻഡ് പോയിന്റ് നമുക്ക് എത്തും. പിന്നെ കടലാണ്. അവിടെ പോയി നിന്നാൽ കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്ത് ഒരു അരമണിക്കൂർ ദൂരം കൊണ്ട് ബോട്ടിൽ പോയാൽ എത്തുന്ന ഒരു സ്ഥലം മാത്രമാണ് ശ്രീലങ്ക. India has had strong geographical and historical link with her neighbors. അപ്പോൾ ഇന്ത്യക്ക് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജോഗ്രഫിക്കലും ഹിസ്റ്റോറിക്കലുമായിട്ടുള്ള ബന്ധമാണ് ഈ ഒരു നെയ്ബേഴ്സ് എല്ലാവരുമായിട്ടുള്ളത്. ജോഗ്രഫിക്കൽ ബന്ധവുമുണ്ട്, ഹിസ്റ്റോറിക്കൽ ബന്ധവുമുണ്ട്. Look at the physical map of Asia in your atlas and note how India stands apart from the rest of Asia. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഒരു ഏഷ്യൻ രാജ്യമാണെങ്കിൽ പോലും ഇന്ത്യ ഈ ഒരു ഹിമാലയാസ് ഉള്ളത് കൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഹിമാലയാസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ചിങ്ചോങ്ങളെ പോലെ തന്നെ ഇരുന്നേനെ, ഇങ്ങനെ ഉണ്ടമുഖവും കുഞ്ഞു കണ്ണും ഒക്കെ ആയിട്ടൊക്കെ ഇരുന്നേനെ നമ്മൾ. അപ്പോൾ അവരൊക്കെ ആയിട്ടും പിന്നെ പാകിസ്ഥാൻ ഇവരൊക്കെ ഈ ഒരു പാകിസ്ഥാനികളൊക്കെ ആയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം ഇന്ത്യയുടെ ഭാഗം തന്നെയായിരുന്നു. അതൊക്കെ മുറിച്ച് കളഞ്ഞ് പോയത് കൊണ്ടാണ് അവരുടെ ഒരു ഭാഗമായി അവർ മാറിയത് മാത്രമാണ്. അവർക്ക് ഇറാനികളുമായിട്ട് കൂടുതൽ ഷേപ്പുള്ളവരാണ് അവർ. എന്നാൽ കൂടി ഇന്ത്യക്കാരുമായിട്ട് നല്ല സാദൃശ്യമുള്ളവരാണ് പാകിസ്ഥാൻകാരും. ബിക്കോസ് ഒന്നായിരുന്നു, ഇന്ത്യ മൊത്തമായിരുന്നു. നമ്മൾ പാകിസ്ഥാൻ ഇപ്പോൾ കേൾക്കുമ്പോൾ വേറൊരു രാജ്യമായിട്ട് തോന്നുമെങ്കിലും അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് മുറിച്ചു മാറ്റിയൊരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ ഇവരൊക്കെയും എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന് പുറകിലേക്ക് ഹിമാലയത്തിൻ്റെ അപ്പുറത്തേക്ക് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്നാൽ ഇത്രമാത്രം ഒരു ഡിഫറൻസ് അമേരിക്കയിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള വ്യക്തികൾ ഇല്ല, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള എല്ലാ വ്യക്തികളും ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഏഷ്യയിലായിട്ട് പോലും ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക ഷേപ്പും വ്യത്യാസവും അവരുടെ കൾച്ചറും കാര്യങ്ങളും എല്ലാത്തിനും ഒരു മാറ്റമുണ്ട്. ബിക്കോസ് അതെന്തുകൊണ്ടാണ്? ഈ ഒരു സ്ട്രോങ് ജോഗ്രഫിക്കൽ ഒരു ഡിവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതെന്താണ്? ഹിമാലയാസ് ആണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. കൂടാതെ നമുക്ക് വളരെയധികം ഹിസ്റ്റോറിക്കൽ ലിങ്ക്സും ഉണ്ട് ഈ രാജ്യങ്ങളൊക്കെ ആയിട്ട്. എന്തൊക്കെയാണ്? ഇവരൊക്കെ ആയിട്ട് ട്രേഡ് കണക്ഷൻസും പിന്നെ നമ്മളെ റൂൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ നൈബേഴ്സുമായിട്ട് നമുക്കുണ്ട്. പിന്നെ ബിസിനസ് റിലേഷൻഷിപ്പ് അല്ലാതെ പല പിന്നെ നമ്മൾ കുറേ കൾച്ചറും ട്രഡീഷൻസൊക്കെ അവരിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ അറ്റ്ലസിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് ഇത് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം. സോ താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.